ഹലോ ഫ്രണ്ട്സ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഓൺലൈൻ ക്ലാസ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് നമ്മൾ ഇലക്ട്രിക്കലിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്തൊക്കെയായിരുന്നു ഇപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പഠിച്ച്, നമ്മൾ AC വോൾട്ടേജും അതിന്റെ RMS വാല്യൂ, മാക്സിമം വാല്യൂ, അങ്ങനെ കുറച്ച് അതിന്റെ ടെർമിനോളജീസും ടേംസും ആണ് നമ്മൾ പഠിച്ചത്. അപ്പൊ നമ്മൾ ഈ ഒരു AC കുറച്ച് കണ്ടിന്യൂഷൻ, ആൾട്ടർനേറ്റിംഗ് കറന്റിന്റെ കുറച്ച് കണ്ടിന്യൂഷൻ ആയ ഭാഗം തന്നെയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് ഈ ഒരു AC വോൾട്ടേജ് നമ്മളിപ്പോ ഒരു ലോഡിലോട്ട്, അല്ലെങ്കിൽ ഒരു ബൾബിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഒരു മോട്ടറിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനെന്ത് മാറ്റം വരും, അതായത് ഇതിനൊക്കെ ഒരു ലോഡ് കാറ്റഗറി ആക്കിയിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പൊ ഈ ഒരു ക്ലാസ്സിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ ആദ്യത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലോഡ്. നമ്മള് ലോഡ് നമ്മൾ കുറെ സ്ഥലത്ത് കേട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ വീട്ടിലെ ഫ്യൂസ് ഒക്കെ അടിച്ചു പോയാൽ നമ്മൾ അറിയാം ചിലപ്പോൾ ഓവർലോഡ് വന്നിട്ടായിരിക്കും. അതായത് ഒന്നും അറിയാത്ത ഒരാൾ വരെ നമ്മൾ പറയുന്ന ഒരു ടേമാണ് എന്ത്, ലോഡ്. അപ്പൊ എന്താണ് ലോഡ്? ഈ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ഇലക്ട്രിക്കൽ ലോഡ് ഈസ് ദ ഡിവൈസ് വിച്ച് കൺസ്യൂംസ് ദ ഇലക്ട്രിക്കൽ എനർജി. അതായത് ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂം ചെയ്യുന്ന ഡിവൈസിനൊക്കെ നമ്മൾ ലോഡ് എന്ന് പറയും. അപ്പൊ നമ്മൾ ചോദിക്കാണ്ട്, ഒരു ബൾബ്, അതായത് ലൈറ്റ് ഒരു ലോഡാണോ? അതെ, ലോഡാണ്. കാരണം എന്താ? ബൾബ് ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂം ചെയ്യുന്നില്ലേ? അതുപോലെ ഫാന്, അങ്ങനെയുള്ള നമ്മുടെ വീട്ടിൽ ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂം ചെയ്യുന്ന എന്ത് എക്യുപ്മെന്റ് ഉണ്ടോ വീട്ടിലോ അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും, അതായത് മോട്ടർ, അതുപോലെ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളുണ്ടോ, ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂം ചെയ്യുന്ന എന്തുണ്ടോ അതിനെ നമ്മൾ എന്ത് പറയും? ലോഡ് എന്ന് പറയും. ഈ ലോഡിനെ നമ്മൾ ഡിഫറെന്റ് കാറ്റഗറി ആയിട്ട് തരംതിരിക്കുക. അതിൽ ഫസ്റ്റ് കാറ്റഗറി ആണ് റെസിസ്റ്റീവ് ലോഡ്. അതായത് ദർ ആർ മെയിൻലി 3 ടൈപ്പ് ഓഫ് ഇലക്ട്രിക്കൽ ലോഡ്. അതായത് 3 കാറ്റഗറിയിലെ ലോഡാണ് ഉള്ളത്. അതിലെ ഫസ്റ്റ് കാറ്റഗറി ആണ് റെസിസ്റ്റീവ് ലോഡ്. അത് ഈ റെസിസ്റ്റീവ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബൾബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ ടൈപ്പ് ബൾബ് ഉണ്ടല്ലോ, നമ്മുടെ ഫിലമെന്റ് ഉള്ള ഒരു യെല്ലോ കളർ ലൈറ്റ്, നമ്മളെ സാധാ നോർമൽ ബൾബ് ഉണ്ടല്ലോ, ഇപ്പൊ CFL അല്ലാത്ത ബൾബ്, അതാണ് റെസിസ്റ്റീവ് ലോഡായിട്ട് കൺസിഡർ ചെയ്യാം. പിന്നെ അതുപോലെ ഹീറ്റർ, അയൺ ബോക്സ്, ഗീസർ, നമ്മുടെ വാട്ടറൊക്കെ ചൂടാക്കുന്ന ഗീസർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതായത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈപ്പ് ലോഡിനൊക്കെയാണ് നമ്മൾ എന്താ പറയാ, അല്ലെങ്കിൽ ഇതിന്റെ അപ്ലിക്കേഷൻ ഇലക്ട്രിക്കൽ എനർജിനെ ഹീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ടൈപ്പ്, അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ടൈപ്പ് ലോഡിനൊക്കെയാണ്, ഡിവൈസസിനെയാണ് നമ്മൾ എന്താ പറയാ, റെസിസ്റ്റീവ് ലോഡ് എന്ന് പറയാം. അടുത്തതാണ് ഇൻഡക്റ്റീവ് ലോഡ്. ഇൻഡക്റ്റീവ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു ഡിവൈസ്, അതിനകത്ത് ഈ കോയിലൊക്കെ ഉള്ള ടൈപ്പ് ഡിവൈസുകൾ ഉണ്ടാവില്ലേ? ഈ കോയിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഒരു ചെമ്പ് കമ്പിയൊക്കെ ഇങ്ങനെ കുറെ ചുറ്റി വെച്ചിരിക്കുന്നത്, അതിനാണ് കോയിൽ എന്ന് പറയാം. ഒരു കമ്പിയോ അല്ലെങ്കിൽ ഒരു കണ്ടക്ടർ ഇങ്ങനെ ചുറ്റി വെച്ചതിനാണ് നമ്മൾ എന്താ പറയാ, കോയിൽ എന്ന് പറയാം. അങ്ങനത്തെ ഒക്കെ ഉള്ള എക്യുപ്മെന്റ്സിനെയാണ് നമ്മൾ എന്താ പറയാ, ഇൻഡക്റ്റീവ് ലോഡ് എന്ന്. അപ്പൊ ഈ ചെമ്പ് കമ്പിയൊക്കെ ചുറ്റി വെച്ചിട്ടുള്ളത് നമ്മൾ ഏതൊക്കെ എക്യുപ്മെന്റിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്? നമ്മുടെ ചെറിയൊരു മോട്ടറൊക്കെ നമ്മൾ തുറന്നു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, അതിനകത്ത് കുറെ ചെമ്പ് കമ്പി ചുറ്റി വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോമർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ചെമ്പ് കമ്പി ചുറ്റി വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അലൂമിനിയം കമ്പി ചുറ്റി വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ കോയിലുകളൊക്കെ ഉള്ള ടൈപ്പ് സംഭവത്തിനാണ് നമ്മൾ എന്ത് പറയാ, ഈ ഇൻഡക്റ്റീവ് ലോഡ് എന്ന് പറയാം. കണ്ടോ? അപ്പൊ അതിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? മോട്ടർ, സോളിനോയിഡ്, സ്പീക്കർ, ട്രാൻസ്ഫോമർ, പവർ ജനറേറ്റർ, ഇതൊക്കെയാണ് ഇൻഡക്റ്റീവ് ലോഡിന്റെ എക്സാമ്പിൾ. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഇപ്പൊ ഇതിനകത്ത് കണ്ടക്ടർ നമ്മൾ ചുറ്റി വെക്കുന്നില്ല, അതിന് റെസിസ്റ്റൻസ് ഉണ്ടാവില്ല, അപ്പൊ അത് റെസിസ്റ്റീവ് ലോഡ് ആയിക്കോട്ടെ എന്ന് നിങ്ങൾക്ക് തോന്നും. സംഭവം അതിനൊരു റെസിസ്റ്റൻസ് ഉണ്ടാവും, പക്ഷെ ഇതിന്റെ ഒരു ഇൻഡക്റ്റീവ് പ്രോപ്പർട്ടി ആണ് ഇതിൽ കൂടുതൽ ഉണ്ടാവും. ഇൻഡക്റ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ ഇത് നമ്മൾ പിന്നെ പഠിക്കുന്ന കാര്യമാട്ടോ, അതുകൊണ്ട് ഞാൻ ഇവിടെ അത് സ്പെസിഫൈ ചെയ്തിട്ട് എന്നാലും ജസ്റ്റ് ഇപ്പൊ ഒന്ന് പറഞ്ഞുതരാം. ഇൻഡക്റ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ, ഇൻഡക്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് കൊടുത്ത്, അല്ലെങ്കിൽ ഒരു സംഭവത്തിലൂടെ എന്താണ്, ഒരു AC വോൾട്ടേജ് കടത്തിവിടാണ്, അല്ലെങ്കിൽ വേണ്ട ഒരു വോൾട്ടേജ് കടത്തിവിടാണ്. അപ്പൊ ആ ഒരു വോൾട്ടേജിന് ഒരു ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ഒരു ഓപ്പോസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ടാവും അതിനകത്ത്. അതായത് ഇപ്പൊ നമ്മൾ AC വോൾട്ടേജ് കൊടുക്കണമെങ്കിൽ നമുക്കറിയാലോ, എന്തായാലും അത് അതിന്റെ വാല്യൂ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു ചേഞ്ച് ഉണ്ടാകുമ്പോൾ അപ്പൊ അത് DC ഈ സംഭവം ഉണ്ടാവില്ല, കാരണം അത് അവിടെ വോൾട്ടേജിന് ചേഞ്ച് വരുന്നില്ല. അപ്പൊ ഈ AC കൊടുക്കുന്ന സമയത്ത് അവിടെ ഒരു ചേഞ്ച് വരുമ്പോൾ അതിനെ ഓപ്പോസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിനെയാണ് നമ്മൾ എന്ത് പറയാ, ഇൻഡക്റ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയാം. അപ്പൊ അത് നമ്മുടെ ഒരു മോട്ടറൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിലെ റെസിസ്റ്റീവ് പ്രോപ്പർട്ടിനേക്കാളും കൂടുതൽ അത് ഇൻഡക്റ്റീവ് പ്രോപ്പർട്ടി ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ അതിനെ ഒരു ഇൻഡക്റ്റീവ് ലോഡായിട്ടാണ് കൺസിഡർ ചെയ്യുക. പിന്നെ അടുത്തതാണ് കപ്പാസിറ്റീവ് ലോഡ്. ഈ കപ്പാസിറ്റീവ് ലോഡ് എന്ന് പറഞ്ഞാൽ എനർജി സ്റ്റോർ ചെയ്യാനുള്ള കഴിവുകൾ. നമ്മുടെ ഫാനിന്റെ ഒക്കെ കൂടെ കണ്ടിട്ടില്ലേ, നമ്മുടെ സീലിംഗ് ഫാനിന്റെ കൂടെ ഒക്കെ ഒരു കപ്പാസിറ്റർ കാണാം, അതൊക്കെ ഒരു കപ്പാസിറ്റീവ് ലോഡ്. ഒരു കപ്പാസിറ്റർ അതൊരു കപ്പാസിറ്റീവ് ലോഡാണ്. അല്ലാതെ തന്നെ ഈ കപ്പാസിറ്റീവ് ലോഡ് എന്ന് പറഞ്ഞപ്പോൾ കപ്പാസിറ്റീവ് ലോഡ് ചാർജസ് ആൻഡ് റിലീസ് എനർജി, അതായത് ഇത് ചാർജസിനെ സ്റ്റോർ ചെയ്യും, എന്നിട്ട് അത് എനർജി റിലീസ് ചെയ്യുന്ന ടൈപ്പാണ് കപ്പാസിറ്റീവ് ലോഡ്. അതിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ റേഡിയോ സർക്യൂട്ട്, അല്ലെങ്കിൽ കപ്പാസിറ്റർ ബാങ്ക്, അതായത് നമ്മുടെ സാധാ കപ്പാസിറ്ററുകൾ കുറെ ചേർത്ത് വെച്ചതിന് കപ്പാസിറ്റർ ബാങ്ക് എന്ന് പറയും. അതുപോലെ തന്നെ അടുത്ത എക്സാമ്പിൾ TV പിക്ചർ ട്യൂബ്. നമ്മളെ പഴയ
ടൈപ്പ് ടി വി ഉണ്ടാവുള്ളൂ. നമ്മുടെ LCD LED എന്നല്ലാതെ പഴയ കമ്പ്യൂട്ടർ മോണിറ്റർ പഴയ ടൈപ്പ് അങ്ങനത്തെ ഒരു ടി വി ഉണ്ടല്ലോ, അതിനകത്ത് പിക്ചർ ട്യൂബ് ഉണ്ടാവും, അതൊരു കപ്പാസിറ്റീവ് ആണ്. അതുപോലെ നമ്മുടെ ഈ അണ്ടർഗ്രൗണ്ടിലെ കേബിളുകളൊക്കെ കുഴിച്ചുള്ള അണ്ടർഗ്രൗണ്ട് കേബിളൊക്കെ അല്ലേ, അതൊക്കെ ഒരു കപ്പാസിറ്റീവ് ലോഡിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നതാണ്. അപ്പൊ ഇതാണ് 3 ലോഡുകൾ. എന്തൊക്കെയാണ്? റെസിസ്റ്റീവ് ലോഡ്, ഇൻഡക്റ്റീവ് ലോഡ്, കപ്പാസിറ്റീവ് ലോഡ്. പിന്നെ നമ്മൾ ഇനി ഈ ഒരു ലോഡിലോട്ട് നമ്മൾ AC കൊടുക്കുമ്പോൾ എന്തൊക്കെ വരുന്നത്, അതിന് മുന്നായിട്ട് ഒരു ചെറിയൊരു കാര്യം, നമ്മൾ ഇതിന്റെ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ ഞാൻ സ്കിപ്പായി പോയൊരു സംഭവമാണ്. അപ്പൊ നിങ്ങൾ അതൊന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ അതിന് മുന്നേ നമുക്കൊരു AC വോൾട്ടേജിന്റെ, നമ്മളിത് കുറെ പ്രാവശ്യം ഈ ഒരു ഫിഗർ കണ്ടതാണിത്. നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എല്ലാ PPT-യിലും എല്ലാ സ്ലൈഡിലും ഈ ഒരു ഫിഗർ ഇട്ടത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ ഒരു AC എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലോട്ട് വരണം. അതായത് ഈ ഫുൾ ടൈം ഇതിന്റെ വാല്യൂ ഇങ്ങനെ കൂടും കുറയും ചെയ്തുകൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അത് നെഗറ്റീവ് ഡയറക്ഷനിൽ വരും. അതായത് ഇതിന്റെ വാല്യൂ ഇങ്ങനെ കൂടി കൂടി മാക്സിമം എത്തും, എന്നിട്ട് അത് കുറഞ്ഞു കുറഞ്ഞു വന്ന് 0 ആവും, എന്നിട്ട് നെഗറ്റീവ് ഡയറക്ഷനിൽ കൂടും. ഇത് AC വോൾട്ടേജ് എടുത്താലും ഈ ഒരു ഗ്രാഫ് ആയിരിക്കും, ഇതുപോലത്തെ ഒരു ഗ്രാഫ് ആയിരിക്കും. ഇപ്പൊ നമുക്കറിയാലോ, വോൾട്ടേജ് കൊടുക്കുമ്പോഴാണ് അവിടെ കറണ്ട് ഉണ്ടാവുന്നത് അല്ലെ. ഈ കറണ്ട് ഉണ്ടാക്കാനുള്ള ഫോഴ്സ് ആണ് എന്ത് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ. അപ്പൊ വോൾട്ടേജ് കൊടുക്കുമ്പോൾ അവിടെ കറണ്ട് ഉണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ ഒരു വോൾട്ടേജ് അവിടെ കൊടുത്തുണ്ടാവും, അവിടെ ഉണ്ടാവുന്ന കറണ്ട് എങ്ങനെയായിരിക്കും? ഇതുപോലത്തെ ഒരു കറണ്ട് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അതായത് അവിടുത്തെ കറണ്ടിന്റെ ഗ്രാഫ് വരച്ചാലും ഇതുപോലത്തെ ഒരു ഗ്രാഫ് തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുക. അതായത് വോൾട്ടേജ് ഇങ്ങനെ കൂടി കൂടി വരുമ്പോൾ അവിടെ ഉണ്ടാവുന്ന കറണ്ട് എന്തായിരിക്കും? ഓട്ടോമാറ്റിക്കായിട്ട് അവിടുത്തെ ഫോഴ്സ് കൂടുമ്പോൾ കൂടി കൂടി വരും. പിന്നെ വോൾട്ടേജ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ അവിടെ ഉണ്ടാവുന്ന കറണ്ടും കുറഞ്ഞു 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 വരും. പിന്നെ നെഗറ്റീവ് ഡയറക്ഷനിൽ കൂടുമ്പോൾ അതുപോലെ തന്നെ കറണ്ടും നെഗറ്റീവ് ഡയറക്ഷനിൽ. അപ്പൊ നമ്മുടെ വോൾട്ടേജിന്റെ ഗ്രാഫ് വരച്ചാലും അതിലെ കറണ്ടിന്റെ ഗ്രാഫ് വരച്ചാലും ഇതുപോലത്തെ ഈ ഒരു ഷേപ്പിലുള്ള ഗ്രാഫ് തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. അത് നമ്മൾ ഓർത്ത് വെക്കുക. ഇനി ഞാൻ പറയാൻ വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്കിപ്പ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, ആ ഒരു ടോപ്പിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് AC വോൾട്ടേജ്. അതായത് ഇപ്പൊ നമ്മൾ ഇതിനു മുന്നേ എന്തൊക്കെ പഠിച്ച്? വോൾട്ടേജിന്റെ വാല്യൂ, ആവറേജ് വാല്യൂ എന്താന്ന് പഠിച്ച്, അല്ലെങ്കിൽ RMS വോൾട്ടേജ് എന്താന്നൊക്കെ നമ്മൾ കുറെ ഇക്വേഷൻ ഒക്കെ പഠിച്ച്, അല്ലെങ്കിൽ ഫോം ഫാക്ടർ എന്ന് പഠിച്ചു. പക്ഷെ നമ്മളോട് ഇപ്പൊ ഒരാൾ ചോദിക്കുകയാണ്, ഈ ഒരു 90 ഡിഗ്രി ഇത് എന്താണ്? ഇപ്പൊ ഈ 90 ഡിഗ്രി എത്തുമ്പോൾ മാക്സിമം വാല്യൂ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും. അതും നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ച. നമ്മളോട് ഒരാൾ ചോദിച്ചു, ഈ ഒരു പോയിന്റ്, ഇപ്പൊ ഇവിടുത്തെ ഒരു പോയിന്റ്, ഇത് ഏകദേശം ഒരു 45 ഡിഗ്രിയുള്ള പോയിന്റാ, ഈ ഒരു പോയിന്റിലുള്ള വോൾട്ടേജ് എത്രയെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ കാണാനുള്ള ഇക്വേഷനാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അതായത് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ, ഒരു ഇൻസ്റ്റന്റ് തന്നു കഴിഞ്ഞാൽ അവിടുത്തെ വാല്യൂ ഓഫ് വോൾട്ടേജ് എത്രയെന്ന് ചോദിച്ചാൽ കാണാനുള്ള ഇക്വേഷനാണ് ഇത്. അതായത് V=Vm sin θ. അതായത് നമ്മളോട് ചോദിക്കണം ഒരാൾ 45 ഡിഗ്രിയിൽ ഈ ഒരു വേവ് ഫോമിൽ, ഇതാണ് ഇപ്പൊ നമ്മുടെ 45, ഇത് നമ്മുടെ 90 ഡിഗ്രി ആണല്ലോ ഈ ഏറ്റവും മാക്സിമം വരുന്നത്. അപ്പൊ 45 ഇവിടെയൊക്കെ വരും. അപ്പൊ ഇവിടുത്തെ ഒരു വോൾട്ടേജ് നമ്മളോട് കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കാണാം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ Vm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മാക്സിമം വാല്യൂ, അതായത് ആംപ്ലിറ്റ്യൂഡ് വാല്യൂ, അതിനാണ് നമ്മൾ Vm എന്ന് പറയാം. V എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജ്, അതായത് സ്മോൾ v. Vm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ്. പിന്നെ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ഏത് ആംഗിളിലെ വോൾട്ടേജ് ഇപ്പൊ കാണാൻ പറഞ്ഞത് 45 ഡിഗ്രിയിൽ. അപ്പൊ നമ്മൾ ഈ തീറ്റയുടെ സ്ഥാനത്ത് എന്ത് ചെയ്യുക? 45 ഇട്ട് കൊടുക്കുക. Vmന്റെ സ്ഥാനത്ത് ഈ മാക്സിമം വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു 45 ഡിഗ്രിയിലെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജ് കിട്ടും. തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ. ഇനി ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട് കാണാൻ പറഞ്ഞ എന്താണ്? അപ്പോഴും ഈ ഒരു ഇക്വേഷൻ തന്നെ അവിടെ എന്ത് വരും? I=Im sin θ. അതായത് Vmന്റെ സ്ഥാനത്ത് അവിടുത്തെ മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ ഏത് ആംഗിൾ വെച്ച് അതും കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട് കിട്ടും. ഇനി നമുക്ക് നോക്കാം AC ത്രൂ പ്യുവർ റെസിസ്റ്റീവ് ലോഡ്. അതായത് നമ്മളൊരു റെസിസ്റ്റീവ് ലോഡ്, അതായത് പ്യുവർ ആയിട്ടുള്ള ഒരു റെസിസ്റ്റീവ് ലോഡിലോട്ട് ഒരു ആൾട്ടർനേറ്റീവ് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അപ്പൊ അതിന്റെ ഒരു സർക്യൂട്ടാണ് കാണിച്ചത്. ഈ ഒരു ഇതാണ് നമ്മുടെ AC സപ്ലൈയുടെ സിമ്പിൾ കേട്ടോ. ഒരു ഇങ്ങനത്തെ ഒരു ACയുടെ ചിഹ്നം ഒരു റൗണ്ടിൽ ഇട്ട് വെച്ചാണ് നമ്മുടെ ACയുടെ ചിഹ്നം, സിമ്പിള്. അത് നമ്മൾ എന്ത് ചെയ്തു? ഒരു റെസിസ്റ്ററിലോട്ട് കണക്ട് ചെയ്ത്. അന്നേരം സംഭവിക്കും, ഈ ഒരു AC വോൾട്ടേജ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു റെസിസ്റ്ററിലോട്ട് കാണിച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അതിനെന്ത് ചെയ്യും? ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഒരു വോൾട്ടേജ് ആണല്ലോ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അതിനൊരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. കറണ്ട് ഫ്ലോ ആണ് I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇതിന്റെ ഗ്രാഫ് എങ്ങനെ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ വോൾട്ടേജിന്റെ ഗ്രാഫ് ഇത്. അതുപോലെ തന്നെ കറണ്ടിന്റെ ഗ്രാഫും വരച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇങ്ങനെ കറണ്ട് രണ്ടും ഒരുമിച്ച് ഇങ്ങനെ കൂടി കൂടി വരുന്നു. പിന്നെ ഒരേ പോയിന്റിൽ, അതായത് 90 ഡിഗ്രി എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? രണ്ടും വോൾട്ടേജിന്റെ വാല്യൂ മാക്സിമം എത്തുന്നുണ്ട്, കറണ്ടിന്റെ വാല്യൂ മാക്സിമം എത്തുന്നുണ്ട്. പിന്നെ അതിനുശേഷം വരുമ്പോൾ രണ്ടിന്റെ വാല്യൂ കുറഞ്ഞു കുറഞ്ഞു വന്നിട്ട് ഈ പൈ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആണല്ലോ. റേഡിയനില് നമ്മൾ 180 ഡിഗ്രിന്റെ പൈ എന്നാണ് പറയാം റേഡിയനില്. അത് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഈ പൈയിലെത്തുമ്പോ അല്ലെങ്കിൽ 180 ഡിഗ്രി എത്തുമ്പോൾ എന്ത് സംഭവിക്കും? രണ്ടും വോൾട്ടേജും കറണ്ടും 0 ആവുന്നു. ശേഷം വീണ്ടും അടുത്ത 180 270 പോകുമ്പോൾ നെഗറ്റീവ് ഡയറക്ഷനിൽ വോൾട്ടേജും കറണ്ടും കണ്ടോ? വോൾട്ടേജ് ഇങ്ങനെ കൂടുന്നുണ്ട്, അതേപോലെ തന്നെ കറണ്ടും കൂടുന്നുണ്ട്. രണ്ടും ഒരേ എക്സ് ആക്സിസിലെ വാല്യൂലാണ് മാക്സിമം ആവുന്നത്. പിന്നെ വീണ്ടും അത് കുറഞ്ഞു കുറഞ്ഞു വരുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഗ്രാഫ്. റെസിസ്റ്റീവ്
ലോഡിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും. അതായത് റെസിസ്റ്റൻസിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഫ്ലോ ചെയ്യുന്ന അവിടെ ഉണ്ടാവുന്ന വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും. അപ്പൊ ഇതിന് ദ കറണ്ട് വിൽ അച്ചീവ് ഇറ്റ്സ് മാക്സിമം ആൻഡ് മിനിമം ആൻഡ് സീറോ വാല്യൂസ് വെൻ എവർ ദ വോൾട്ടേജ് റീച്ച് ഇറ്റ്സ് മാക്സിമം ആൻഡ് മിനിമം ആൻഡ് സീറോ വാല്യൂസ്. അതായത് എന്താ പറഞ്ഞ്, വോൾട്ടേജ് എപ്പോഴാണ് അതിന്റെ മാക്സിമം അല്ലെങ്കിൽ മിനിമം വാല്യൂ എത്തുന്നത് ആ ഒരു ഇൻസ്റ്റന്റിൽ തന്നെ ആയിരിക്കും അവിടുത്തെ കറണ്ടും മാക്സിമം മിനിമം വാല്യൂ ഒക്കെ എത്തുന്നത്. അപ്പൊ എന്താണ് ഇതിൽ ഇവിടെ ഒരു ഡിഫറൻസ്, ഫേസ് ഡിഫറൻസ് ഇല്ല. അതായത് ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാല് സെയിം ആംഗിളിലാണ് ഇതിന്റെ വാല്യൂ വോൾട്ടേജിന്റെയും കറണ്ടിന്റെ വാല്യൂ മിനിമം ആവുന്നത്. അതേപോലെ തന്നെ 90 ഡിഗ്രിയിൽ എത്തുമ്പോഴാണ് രണ്ടിന്റെയും വാല്യൂ മാക്സിമം ആവുന്നത്. അതായത് ഈ ഒരു ഫേസ് ഡിഫറൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ നമുക്ക് ഞാൻ അടുത്തൊരു എക്സാമ്പിൾ വരുമ്പോൾ നിങ്ങൾക്ക് അതായത് നമ്മൾ ഇൻഡക്റ്റീവ് ലോഡിൽ ഈ വോൾട്ടേജ് കൊടുക്കുമ്പോൾ അവിടെ ഒരു ഫേസ് ഡിഫറൻസ് വരുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഫേസ് ഡിഫറൻസ് എന്ന്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്രേ ഉള്ളൂ. കാരണം ഇത് രണ്ടും എല്ലാം വോൾട്ടേജും കറണ്ടും മിനിമം ആവുന്നത് ഒരേ ആംഗിളിലാണ് അല്ലെ. ഇപ്പൊ ഈ ഒരു ആംഗിളിലാണ് വോൾട്ടേജും കറണ്ടും മാക്സിമത്തിൽ എത്തുന്നത്. പിന്നെ ഈ ഒരു ആംഗിളിലാണ് വോൾട്ടേജും കറണ്ടും മിനിമത്തിൽ, അതായത് എല്ലാം സെയിം ആംഗിളിലാണ് മാക്സിമം വാല്യൂ മിനിമം വാല്യൂ ഒക്കെ അറ്റൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു ഫേസ് ഡിഫറൻസ് ഇല്ല. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു വെക്ടർ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും. അതായത് വോൾട്ടേജും കറണ്ടും സെയിം ലൈനിൽ, അത് തമ്മിലുള്ള ഒരു ആംഗിൾ ഡിഫറൻസും ഇല്ല അല്ലെ. സെയിം ആംഗിൾ, അതായത് സീറോ ആംഗിളിലായിരിക്കും അതിന്റെ ഒരു ഫേസർ ഡയഗ്രാം വരിക, അല്ലെങ്കിൽ വെക്ടർ ഡയഗ്രാം. ഫേസർ ഡയഗ്രാം എന്നാണ് നമ്മൾ ഇലക്ട്രിക്കലിന്റെ കേസിൽ പറയാം, അത് വരിക കേട്ടോ. അപ്പൊ നമുക്ക് ഇനി നോക്കാം എ സി ത്രൂ പ്യുവർ ഇൻഡക്റ്റീവ് ലോഡ്. അത് പ്യുവർ ആയിട്ടുള്ള ഇൻഡക്റ്റീവ് ലോഡ് കിട്ടും. അവിടെ റെസിസ്റ്റൻസ് പ്രോപ്പർട്ടി ഒന്നുമില്ല, വെറും ഇൻഡക്റ്റീവ് പ്രോപ്പർട്ടി മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഒരു ലോഡിലോട്ട് നമ്മൾ എന്ത് കൊടുക്കുകയാണ്, എ സി കൊടുക്കുകയാണ്. അപ്പൊ ഇതാണ് ഈ സംഭവം. എല്ലാണ് നമ്മൾ ഇൻഡക്ടറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അക്ഷരം. നമ്മൾ റെസിസ്റ്ററിന്റെ എന്തായിരുന്നു, ആറായിരുന്നു. അതുപോലെ റെസിസ്റ്ററിന്റെ സിമ്പൽ എല്ലാവർക്കും ഓർമ്മല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഇൻഡക്ടറിന്റെ അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് ലോഡിന്റെ സിമ്പലിനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു കോയിൽ പോലെ വരച്ചു വെക്കുന്നതാണ് ഇൻഡക്ടറിന്റെ സിമ്പല്. ഓക്കെ, നമ്മൾ അതിലോട്ടൊരു എ സി വോൾട്ടേജ് കൊടുത്തു. അപ്പൊ എന്താണ്, ഒരു കറണ്ട് ഫ്ലോ അവിടെ ഉണ്ടാവും. കാരണം ഒരു വോൾട്ടേജ് കൊടുത്ത ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവണല്ലോ. അങ്ങനെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ ഇതിന്റെ ഗ്രാഫ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഇതാണ് ഇതിന്റെ ഗ്രാഫ്, കണ്ടോ. ഇതാണ് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിന്റെ ഗ്രാഫ്, കണ്ടോ. നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിന്റെ ഗ്രാഫ് ഇതാണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കുക, ഈ വോൾട്ടേജ് മാക്സിമം ആവുമ്പോ എന്തുണ്ട്, അപ്പോഴാണ് നമ്മുടെ കറണ്ട് മിനിമത്തിലെത്തുന്നത്. അങ്ങനെ കറണ്ട് വോൾട്ടേജ് കുറഞ്ഞു മിനിമത്തിലെത്തുന്ന സമയത്ത് ആണ് കറണ്ട് മാക്സിമത്തിൽ. അതായത് വോൾട്ടേജ് മുന്നേ പോകുന്നു, എന്നിട്ട് ഇതിന്റെ പുറകെയാണ് എന്ത്, കറണ്ട് എത്തുന്നത് അല്ലെ. ഇവിടെ വോൾട്ടേജ് സ്റ്റാർട്ട് ചെയ്യുന്നു, വോൾട്ടേജ് ഇവിടെ 0 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് എവിടെ എത്തുന്നുള്ളൂ, നെഗറ്റീവിൽ എത്തിയിട്ടുള്ളൂ. പിന്നെ ഇത് മാക്സിമം 90യിൽ എത്തുന്ന വോൾട്ടേജ് 90യിൽ എത്തുന്ന സമയത്താണ് ഇത് ഇവിടെ 0യിൽ എത്തുന്നത്. എന്നിട്ട് വോൾട്ടേജ് വീണ്ടും അതും കഴിഞ്ഞിട്ട് ഒരു 90 ഡിഗ്രി കൂടി പോയി കഴിയുമ്പോഴാണ് എന്ത്, കറണ്ട് ഇവിടെ എത്തുന്നത്. അതായത് ഈ വോൾട്ടേജിന്റെ ബാക്കിലാണ്, അതായത് വോൾട്ടേജ് അല്ലെ കറണ്ട് എന്താണ്, ലാഗ് ആയിട്ടാണ് വരുന്നത് അല്ലെ. അതായത് എത്ര ഡിഗ്രിയാണ് ലാഗ് ആവുന്നത്, ഇവിടെ 90 ഡിഗ്രിയാണ് ലാഗ് ആവുന്നത് അല്ലെ. അതായത് 90 ഡിഗ്രി, അതായത് ഈ മിനിമത്തിന് ഇത് മാക്സിമത്തിന് 90 ഡിഗ്രിയിൽ മാക്സിമത്തിൽ എത്തി വോൾട്ടേജ്. അപ്പൊ ആ അത്രയൊരു ഡിഗ്രി എത്തുമ്പോഴാണ് ഇത് എവിടെ എത്തുന്നുള്ളൂ, ഇത് മിനിമത്തിൽ എത്തുന്നുള്ളൂ. അതായത് 90 ഡിഗ്രി ലാഗ് ആയിട്ടാണ് ഈ കറണ്ട് സഞ്ചരിക്കുന്നത്. അപ്പൊ അതാണ് ഒരു ഇൻഡക്റ്റീവ് ലോഡിൽ നമ്മളൊരു വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ അതിലുണ്ടാവുന്ന കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രി ലാഗ് ആയിട്ടായിരിക്കും വോൾട്ടേജിന് വരിക. അപ്പൊ നമ്മള് ലാഗ് ചെയ്യാന്ന് മാത്രം പറഞ്ഞാൽ മതി. കാരണം നമ്മൾ ഈ ഒരു ലാഗിന്റെ ലീഡിന്റെ കേസ് പറയുന്നില്ല. ഇനി അടുത്ത ലീഡിന്റെ ഒരു കേസും കൂടി വരുന്നുണ്ട്. ഈ ലാഗും ലീഡും പറയും എപ്പോഴും കറണ്ടിനെ ബേസ് ചെയ്തും കണ്ടാണ്. അപ്പൊ ഇതിലിപ്പോ നമ്മൾ വോൾട്ടേജ് മുന്നേ പോവാണല്ലോ. അപ്പൊ നമുക്ക് വോൾട്ടേജ് ലീഡ് ചെയ്യുക അങ്ങനെ നമ്മൾ കോമൺ ആയിട്ട് പറയാറില്ല. നമ്മൾ എന്താ പറയാ, കറണ്ട് ലാഗ് ചെയ്യുന്നു. അപ്പൊ ലാഗ് ചെയ്യാന്ന് പറഞ്ഞാൽ മതി. ലാഗ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറണ്ട് ആയിരിക്കും ലാഗ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇൻഡക്റ്റീവ് ലോഡ് നമ്മളിങ്ങനെ കാര്യം പറയാം. വേറെ പ്രാക്ടിക്കൽ കേസിലൊക്കെ വരുമ്പോൾ ഇൻഡക്റ്റീവ് ലോഡിന്റെ കേസിൽ ലാഗിങ് ആണെന്ന് പറഞ്ഞാൽ മതി. അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡക്റ്റീവ് ലോഡിന്റെ കേസിൽ കറണ്ട് ആണ് ലാഗിങ്, എന്തിനെ, വോൾട്ടേജിന്റെ ലാഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കറണ്ട് ഇങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയില്ല. ലാഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറണ്ടാന്ന് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ ഇതിന്റെ വെക്ടർ ഡയഗ്രാം വരച്ച എങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും കണ്ടോ. വോൾട്ടേജിന്റെ 90 ഡിഗ്രി പുറകിലായിരിക്കും എന്ത് വരിക, കറണ്ട് വരിക. കണ്ടോ, നമ്മൾ എപ്പോഴും ഒരു വെക്ടറിൽ പോസിറ്റീവ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനല്ല അല്ലെ. ഇതാണല്ലോ ആന്റി ക്ലോക്ക് വൈസ്. പോസിറ്റീവ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാ വെക്ടർ വരക്കുമ്പോൾ. അപ്പൊ ഈ ഒരു ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എടുക്കുമ്പോൾ ഈ ഒരു ഡയറക്ഷനിൽ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, വോൾട്ടേജ് കഴിഞ്ഞിട്ട് 90 ഡിഗ്രി കഴിഞ്ഞിട്ടാണ് കറണ്ട് വരുന്നത് അല്ലെ. ഇതാണ് ഇതിന്റെ ഒരു വെക്ടർ ഡയഗ്രാം. ഈ ഒരു വോൾട്ടേജ് കഴിഞ്ഞിട്ട് 90 ഡിഗ്രി പുറകിലാണല്ലോ കറണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു വെക്ടർ ഡയഗ്രാം.
കേട്ടോ. അതായത് ഇത് നമുക്കൊന്ന് മനസ്സിലാക്കാം, വോൾട്ടേജ് അല്ലെങ്കിൽ കറന്റ് 90 ഡിഗ്രി ലാഗ് ആണ്. അതായത് വോൾട്ടേജിന്റെ 90 ഡിഗ്രി പുറകിലാണ് കറന്റ് വരും എന്തില്, പ്യുവർ ഇൻഡക്റ്റീവ് ലോഡിൽ. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മൾ പറഞ്ഞത്, അടുത്ത ലോഡ് എന്താണ്, കപ്പാസിറ്റീവ് ലോഡ്. എ സി ത്രൂ പ്യുവർ കപ്പാസിറ്റീവ് ലോഡ്. അതായത് നമ്മളിപ്പോ എന്തൊക്കെ പറഞ്ഞ്, റെസിസ്റ്റീവ് ലോഡിലോട്ട് എ സി കൊടുത്ത് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞ്, ഇൻഡക്റ്റീവ് ലോഡിലോട്ട് എ സി കൊടുത്ത് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞ്, അടുത്തതാണ് പ്യുവർ കപ്പാസിറ്റീവ് ലോഡ്. അതായത് പ്യുവർ ആയിട്ടുള്ള ഒരു കപ്പാസിറ്റീവ് ലോഡിലോട്ട് നമ്മൾ എ സി കൊടുത്ത എന്താ സംഭവിക്കുന്നത്. അപ്പൊ അതാണ് അതിന്റെ ഒരു സർക്യൂട്ട് ഇങ്ങനെ ആയിരിക്കും വരിക. എങ്ങനെ, ഒരു എ സി സിമ്പിൾ ഉണ്ട്. ആ ഒരു എ സി നമ്മൾ എങ്ങോട്ട് കൊടുക്കുന്നത്, ഒരു കപ്പാസിറ്ററിലോട്ട് കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ കപ്പാസിറ്ററിന്റെ സിമ്പിൾ കേട്ടോ. രണ്ട് ലൈൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അതാണ് കപ്പാസിറ്ററിന്റെ സിമ്പിൾ. അതിനെ സി എന്നാണ് ഡിനോട്ട് ചെയ്യുക. നമ്മൾ അതിലോട്ട് ഒരു എ സി വോൾട്ടേജ് കൊടുക്കുന്നു, അന്നേരം അതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നു. അപ്പൊ നമ്മൾ അതിന്റെ ഒരു ഗ്രാഫ് നമുക്ക് നോക്കാം. കണ്ടോ, ഇതിനകത്ത് നോക്കേ, നമ്മുടെ കറന്റ് മാക്സിമത്തിൽ എത്തുമ്പോൾ നമ്മളെ വോൾട്ടേജ് എവിടെ എത്തുന്നുള്ളൂ, മിനിമത്തിൽ എത്തുന്നേ ഉള്ളൂ അല്ലെ. എന്നിട്ട് കറന്റ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് അടുത്ത സീറോയിലെത്തി, അതായത് ഫസ്റ്റ് മാക്സിമത്തിന് ശേഷമുള്ള സീറോയിൽ എത്തുമ്പോ ഇത് എവിടെ എത്തുന്നുള്ളൂ, ഇത് മാക്സിമത്തിലോട്ട് എത്തുന്നേ ഉള്ളൂ. എന്നിട്ട് നമ്മുടെ കറണ്ട് നെഗറ്റീവ് ഡയറക്ഷനിൽ പോലെ കൊടുത്തി, അന്നേരം വോൾട്ടേജ് വന്ന് വന്ന് സീറോയിൽ എത്തുന്നുള്ളൂ. അതായത് നെഗറ്റീവ് ഡയറക്ഷനിൽ മാക്സിമം എത്തുമ്പോൾ നമ്മുടെ വോൾട്ടേജ് ഇവിടെ പോസിറ്റീവ് ഡയറക്ഷനിലെ സീറോയിലോട്ട് എത്തിയിട്ടേ ഉള്ളൂ. അപ്പൊ ഇത് നമുക്കൊന്ന് മനസ്സിലാക്കാം, ഇതില് ഏതാണ് മുന്നിൽ പോകുന്നത്, നമ്മുടെ കറന്റ് ആണ് മുന്നിൽ പോകുന്നത്. അതായത് എന്താണ്, കറന്റ് ലീഡ് ചെയ്യാണ്. കറന്റ് ലീഡ് ചെയ്യുന്ന എത്രയാണ്, 90 ഡിഗ്രി ലീഡ് ചെയ്തിട്ടാണ് ഇതിനകത്ത് പോകുന്നത്. നമ്മുടെ ഇൻഡക്റ്റീവിൽ എങ്ങനെയായിരുന്നു, കറന്റ് ലാഗ് ചെയ്യായിരുന്നു 90 ഡിഗ്രി. ഇത് പ്യുവർ ഇൻഡക്റ്റീവിന്റെ കേസിലാട്ടോ. പ്യുവർ ഇൻഡക്റ്റീവിന്റെ കേസിലാണ് ഇത് എക്സാക്ട് 90 ഡിഗ്രി ആവുള്ളൂ. അല്ലെങ്കിൽ പ്യുവർ കപ്പാസിറ്റീവിന്റെ കേസിൽ ഇത് എക്സാക്ട് 90 ഡിഗ്രി വരുള്ളൂ. നേരെ മറിച്ച് ഞാൻ ആദ്യം പറഞ്ഞില്ല, ഒരു മോട്ടർ അല്ലെങ്കിൽ അങ്ങനത്തെ കേസൊക്കെ എന്താണ്, അവിടെ ചെറുതായിട്ട് റെസിസ്റ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്, എന്നാൽ കൂടുതൽ ഇൻഡക്റ്റീവ് പ്രോപ്പർട്ടി. അങ്ങനത്തെ ഒരു കേസൊക്കെ വരുമ്പോൾ നമ്മള് കറക്റ്റ് 90 ഉണ്ടാവില്ല, ഒരു അറൌണ്ട് 80 അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഒരു അറൌണ്ട് 80 അല്ല, സോറി, അതായത് വളരെ കുറവായി, കുറച്ച് ഒരു 30-40 അങ്ങനത്തെ ഒരു റേഞ്ചിലായിരിക്കും ഉണ്ടാവുക, ആംഗിൾ ഉണ്ടാവുക. ഇത് പക്ക പ്യുവർ കപ്പാസിറ്റി അല്ലെ പ്യുവർ ഇൻഡക്റ്റീവ് ആയതുകൊണ്ടാണ് കറക്റ്റ് 90 ഡിഗ്രിയിൽ ലാഗും ലീഡും ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വീണ്ടും നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. പ്യുവർ കപ്പാസിറ്റിയിലുള്ള എങ്ങനെയാണ് കറന്റ് 90 ഡിഗ്രി ലീഡ് ചെയ്യുന്നു, നമ്മൾ അത്ര പറഞ്ഞാൽ മതി. അതായത് കപ്പാസിറ്റിയിൽ എന്ത് ചെയ്യുന്നു, ലീഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കണം, ഞാൻ അതിന് തൊട്ട് മുന്നേ പറഞ്ഞ പോലെ തന്നെ, ഇൻഡക്റ്റീവിന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ, ലീഡ് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് കറണ്ടാണ് ലീഡ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ പറയാം, കാരണം വോൾട്ടേജ് പുറകിലാ വരുന്നത്. അപ്പൊ നമുക്കൊരു ഡൗട്ട് വരും, ഇതിന് നമുക്ക് വോൾട്ടേജ് ലാഗ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൂടെ. അപ്പൊ നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള കറണ്ടിന്റെ ബേസിലാണ് പറയാം. അപ്പൊ ഈ ഇൻഡക്റ്റീവിന്റെ കേസിൽ ലാഗ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കറണ്ടാണ്, കപ്പാസിറ്റീവിന്റെ കേസിൽ ലീഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വോൾട്ടേജ് ആണ്. മനസ്സിലായില്ല. അപ്പൊ ഇവിടെ കപ്പാസിറ്റീവിന്റെ കേസിൽ എന്താണ്, കറണ്ട് 90 ഡിഗ്രി ലീഡ് ചെയ്തിട്ടാണ് പോകുന്നത് വോൾട്ടേജിനെ. അപ്പൊ അതിന്റെ ഒരു ഫേസർ ഡയഗ്രാം ഇങ്ങനെ ആയിരിക്കും വരിക. കണ്ടോ, എന്താണ് വോൾട്ടേജ് കറണ്ട്, കാരണം ഈ വോൾട്ടേജിന്റെ 90 ഡിഗ്രി മുന്നെയാണ്, അതായത് നമ്മുടെ ഈ ഒരു ഡയറക്ഷനിൽ, പോസിറ്റീവ് ഡയറക്ഷനിൽ, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നോക്കുമ്പോൾ എന്താണ്, വോൾട്ടേജിന്റെയും 90 ഡിഗ്രി മുന്നേ എത്തിക്കൊണ്ട് എന്ത് കറണ്ട്, കാരണം കറണ്ട് എത്തുന്നു, എന്നിട്ട് അത് 90 ഡിഗ്രിക്ക് ബാക്കിലെ വോൾട്ടേജ് വരുന്നേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു വെക്ടർ ഡയഗ്രാം അല്ലെങ്കിൽ ഫേസർ ഡയഗ്രാം വരച്ച ഇങ്ങനെ ആയിരിക്കും വരിക. ഇൻ പ്യൂർലി കപ്പാസിറ്റീവ് സർക്യൂട്ട് ദ കറന്റ് ലീഡ്സ് ദ വോൾട്ടേജ് ബൈ 90 ഡിഗ്രി, നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇനി അടുത്തത് ഫേസ് ആംഗിൾ. ഫേസ് ആംഗിൾ എന്തായിരിക്കും ഫേസ് ആംഗിൾ? ഇപ്പൊ നമ്മളിപ്പോ കുറെ നേരമായി പറയുന്നത് എന്ത്, വോൾട്ടേജ് 90 ഡിഗ്രി മുന്നിൽ പോകുന്നു, അല്ലെങ്കിൽ കറണ്ട് 90 ഡിഗ്രി ബാക്കിൽ വരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ കറണ്ട് 90 ഡിഗ്രി മുന്നേ പോകുന്നു, അങ്ങനെയൊക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞു. അപ്പൊ എന്താ, നമുക്ക് അറിയാം, ഒരു എ സി ഒരു സംഭവത്തിനടുത്തോട്ട് കൊടുത്തു കഴിഞ്ഞാല് ഇത് റെസിസ്റ്റീവ് ലോഡിൽ മാത്രമേ ഒരേപോലെ പോകുള്ളൂ. ബാക്കിയുള്ള ലോഡിലൊക്കെ എന്തുണ്ട്, ഒരു ആംഗിൾ ഡിഫറൻസ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഫേസ് ആംഗിൾ അല്ലെങ്കിൽ ഫേസ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ഫേസ് എന്നൊക്കെ പറയാം. അത് ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ ഫേസ് ഷിഫ്റ്റ് ബിറ്റ്വീൻ ടോട്ടൽ വോൾട്ടേജ് ആൻഡ് ടോട്ടൽ ഇലക്ട്രിക്കൽ കറണ്ട്. മനസ്സിലായില്ലേ? അതായത് ഈ എ സി വോൾട്ടേജിൽ കറണ്ടും തമ്മിലുള്ള ആ ഒരു ആംഗിൾ ഡിഫറൻസിനാണ് നമ്മൾ എന്ത് പറയാ, ഫേസ് ആംഗിൾ എന്ന് പറയാം. അല്ലെങ്കിൽ അപ്പൊ എന്താണ്, പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ടിൽ എന്താണ് ഫേസ് ആംഗിൾ എത്രയാണ്, നമ്മൾ പറഞ്ഞ് പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ടിൽ 0 വ്യത്യാസം, കാരണം എന്താ, എല്ലാം ഫേസ് ആംഗിൾ 0 ആണ്. അതായത് നമ്മളെ വെക്ടർ വരച്ചൊക്കെ ഓർമ്മല്ലോ, ഒരേ ലൈനിലാണ് വെക്ടർ ഒക്കെ വരച്ചത്. അവിടെ പ്യുവർലി റെസിസ്റ്റീവ് ഫേസ് ആംഗിൾ ബിറ്റ്വീൻ കറന്റ് ആൻഡ് വോൾട്ടേജ് ഈസ് 0. പ്യുവർലി ഇൻഡക്റ്റീവിൽ എന്താണ്, 90 ഡിഗ്രി ലാഗിങ് ആയിരിക്കും അവിടുത്തെ ഫേസ് ആംഗിൾ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് ഇതിന്റെ മുന്നത്തെ ടോപ്പിക്കിൽ. അതുപോലെ തന്നെ കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ 90 ഡിഗ്രി ലീഡിംഗ് ആണ്. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് പവർ ഫാക്ടർ.
ഈ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇതിന് മുന്നേ നമ്മൾ പറഞ്ഞാൽ തന്നെ സെയിം സംഭവം തന്നെ. എന്താണ് നമ്മളിപ്പോ തൊട്ട് മുന്നേ പറഞ്ഞ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടാവും. അതായത് റെസിസ്റ്റീവ് ലോഡിലും ഇൻഡക്റ്റീവ് ലോഡിലും ഒക്കെ ഫേസ് ഡിഫറൻസ് ഉണ്ടാവും. റെസിസ്റ്റീവ് ലോഡിൽ ഇങ്ങനെ ഒരു ഡിഫറൻസ് ഇല്ല. അതായത് ഒരു ആംഗിൾ കഴിഞ്ഞിട്ടാണ് കറന്റ് വരുള്ളൂ. അതായത് ഒരു ആംഗിൾ ഡിഫറൻസ് ഉണ്ട് അതിന്റെ രണ്ട് ഗ്രാഫുകൾ തമ്മിൽ എന്നൊക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞു. അപ്പൊ അത് വെച്ചിട്ടുള്ള ഒരു ടേം ആണ് എന്ത് പവർ ഫാക്ടർ. നമ്മൾ ഫേസ് ആംഗിളും ഇതിന് തൊട്ട് മുന്നേ പറഞ്ഞു. ഈ പവർ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഫാക്ടർ ഡിഫൈൻഡ് ആസ് ദ കൊസൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ കറന്റ് ആൻഡ് വോൾട്ടേജ്. അതായത് വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഈ ഒരു ആംഗിൾ ഡിഫറൻസ് ഉണ്ടാവുമല്ലോ എ സി കൊടുക്കുമ്പോൾ. ഇൻഡക്റ്റീവ് ആൻഡ് അല്ലെങ്കിൽ റെസിസ്റ്റീവ് അല്ലെങ്കിൽ കപ്പാസിറ്റീവ് ലോഡിൽ നമ്മൾ ഇങ്ങനെ ഒരു എ സി കൊടുക്കുമ്പോൾ അവരുടെ ആംഗിൾ ഡിഫറൻസ് ഉണ്ടാവൂലെ, അതിന്റെ കോസ് വാല്യൂ. ഇപ്പൊ അവിടുത്തെ ആംഗിൾ ഡിഫറൻസ് ഒരു 70 ഡിഗ്രി ആണെന്ന് വിചാരിച്ചു. അപ്പൊ അവിടുത്തെ പവർ ഫാക്ടർ എന്താണ്? കോസ് 70യുടെ വാല്യൂ ആണ് അവിടുത്തെ പവർ ഫാക്ടർ. മനസ്സിലായോ? അതായത് അതിന്റെ കൊസൈൻ വാല്യൂ ആണ് വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ആംഗിൾ ഡിഫറൻസിന്റെ കോസ് വാല്യൂ ആണ് എന്ത് പവർ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ പവർ ഫാക്ടർ ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഈസ് തീറ്റ, ദെൻ പവർ ഫാക്ടർ ഈക്വൽ ടു കോസ് തീറ്റ. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് നോക്കാം. റെസിസ്റ്റീവ് ലോഡിൽ എന്താണ് തീറ്റ എന്താണ് 0 ആണ്. അപ്പൊ പവർ ഫാക്ടർ എന്തായിരിക്കും? കോസ് 0 1. കോസ് 0ന്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. അപ്പൊ എന്താണ് യൂണിറ്റി പവർ ഫാക്ടർ, അതായത് 1 ആണ് അവിടുത്തെ പവർ ഫാക്ടർ. പ്യൂർലി റെസിസ്റ്റീവ് ലോഡ് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ തീറ്റ 0 ആയിരിക്കും. അപ്പൊ അവിടുത്തെ പവർ ഫാക്ടർ എത്ര? കോസ് 0ന്റെ വാല്യൂ എത്ര? 1 ആണ്. അപ്പൊ ഇതിനാണ് നമ്മൾ യൂണിറ്റി പവർ ഫാക്ടർ എന്ന് പറയുന്നത്. ഇതാണ് മാക്സിമം വാല്യൂ ഓഫ് പവർ ഫാക്ടർ അല്ലെ. കോസിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ മാക്സിമം എത്രയാണ്? 1ഉം മിനിമം എത്രയാണ്? 0 ആണ് കോസ് വാല്യൂ. അപ്പൊ ഇത് മാക്സിമം പവർ ഫാക്ടർ ആണ് എന്തുണ്ടാവുക? റെസിസ്റ്റീവ് ലോഡിന് ഉണ്ടാവുക. ഇനി നമ്മൾ ഇൻഡക്റ്റീവ് ലോഡ്, ഒരു പ്യുവർ ഇൻഡക്റ്റീവ് ലോഡ് എടുത്ത് എന്തായിരിക്കും? പവർ ഫാക്ടർ ഒരു ലാഗിങ് പവർ ഫാക്ടർ ആയിരിക്കും. കാരണം നമുക്കറിയാലോ അവിടെ കറണ്ട് ഇൻഡക്റ്റീവ് ലോഡിൽ എന്താണ്? കറണ്ട് ലാഗിങ് ആണ്. അപ്പൊ ആ പവർ ഫാക്ടർ അവിടെ ഉണ്ടാകുന്ന പവർ ഫാക്ടർ നമ്മൾ എന്ത് പറയും? ലാഗിങ് പവർ ഫാക്ടർ എന്നാണ് പറയാം. അതായത് ഇതിന്റെ വാല്യൂ 0 മുതൽ 1 വരെ ആയിരിക്കും. പ്യുവർ ഇൻഡക്റ്റീവിലായിരിക്കും എന്തായിരിക്കും? പ്യുവർ ഇൻഡക്റ്റീവിൽ അവിടുത്തെ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. അപ്പൊ അവിടുത്തെ പവർ ഫാക്ടർ എത്രയും? കോസ് 90 എത്രയാണ്? 0 ആണ് അല്ലെ. ഫോർ കപ്പാസിറ്റി ലോഡിൽ എന്താണ് അവിടുത്തെ പവർ ഫാക്ടർ എന്തായാലും അവിടുത്തെ കറണ്ട് എന്താണ്? ലീഡ് ചെയ്യല്ലേ. അപ്പൊ അവിടുത്തെ പവർ ഫാക്ടർ നമ്മൾ എന്ത് പറയും? ലീഡിങ് പവർ ഫാക്ടർ എന്നാണ് പറയാം. അതുപോലെ ഇതിന്റെ വാല്യൂ എന്താണ്? 0 മുതൽ 1 വരെ ആയിരിക്കും. നമുക്ക് അടുത്ത പറഞ്ഞത് തന്നെ പ്യുവർലി ഇൻഡക്റ്റീവ് അല്ലെങ്കിൽ കപ്പാസിറ്റി ലോഡാണ് എന്തായിരിക്കും? അവിടുത്തെ ആംഗിൾ എന്തായിരിക്കും? പക്ക 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ അവിടുത്തെ പവർ ഫാക്ടർ എത്ര ആയിരിക്കും? 0 ആയിരിക്കും. കാരണം എന്താ? കോസ് 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ് അല്ലെ. അപ്പൊ ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മുടെ എ സിയുടെ ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലോഡ് എന്താന്ന് പഠിച്ച്, ഈ ഒരു ലോഡിനകത്തോട്ട് എ സി വോൾട്ടേജ് കൊടുക്കുമ്പോ എന്തൊക്കെ മാറ്റാണ് അവിടെ വരുന്നത് എന്നുള്ളത് പഠിച്ച് ശേഷം ഇപ്പൊ ഈ പവർ ഫാക്ടർ ഉണ്ടല്ലോ, ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ ഒരു സംഭവം കേട്ടോ. നമ്മുടെ ഈ ഒരു എ സി പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു പവർ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്ത് കാട്ടുള്ള ഒരു സംഭവമാണ്. ഈ പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്താലാണ് നമുക്ക് കൂടുതൽ പവർ ഒക്കെ എടുക്കാൻ കിട്ടുള്ളൂ. അപ്പൊ ഈ ഒരു പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. നമ്മൾ ഇനി അടുത്തത് എ സി പവറിനെ കുറിച്ച്, 3 ഫേസ് പവർ, ഇതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് ഭയങ്കര ആവശ്യമുള്ള ഒരു സംഭവമാണ് ഈ പവർ ഫാക്ടർ എന്ന് പറഞ്ഞത്. ആ ഒരു സമയത്ത് മാത്രമല്ല, നമ്മുടെ ഈ ലോകത്ത് ഈ ഒരു പവർ എ സി ആണല്ലോ കൂടുതൽ ഈ ലോകത്ത്. 90% നമ്മൾ യൂസ് ചെയ്യുന്നത് എ സി ആണ്. 90 അല്ല, 99%. അപ്പൊ ഈ ഒരു എ സിനെ പവറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഒരു പവർ ഫാക്ടർ. നമ്മളിപ്പോ ഒരു വലിയൊരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു വലിയ ഇൻഡസ്ട്രി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പവർ ഫാക്ടർ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സെപ്പറേറ്റ് സിസ്റ്റം വരെ നമ്മൾ അവിടെ ഇൻസ്റ്റാൾ ചെയ്യും. അപ്പോ ആ ഒരു പവർ ഫാക്ടർ ആണ് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. കാണുമ്പോൾ ഒരു കോസ് 5 അല്ലെങ്കിൽ ഒരു കോസ് തീറ്റ എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഈ ഒരു ഉപയോഗിക്കുന്ന പവറിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു പവർ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പോ ഈ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? എ സിയുടെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് എ സി, അതായത് ഒരു പെർട്ടിക്കുലർ ആംഗിൾ തന്നു കഴിഞ്ഞാൽ അവിടുത്തെ വോൾട്ടേജ് എത്രയെന്ന് ചോദിച്ചാൽ കാണാനൊരു ഇക്വേഷൻ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു. അപ്പൊ നിങ്ങളെല്ലാവരും പഠിക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ എ സി പവറിനെ കുറിച്ചാണ്. അതായത് നമ്മൾ ഈ ഡി സി പവർ നമ്മൾ പഠിച്ചു, എന്താണ് വോൾട്ടേജും കറണ്ടും V/I ആണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ എ സിയുടെ കേസിൽ വരുമ്പോൾ അവിടുത്തെ പവർ എന്താണെന്നുള്ള ഇക്വേഷനും കാര്യങ്ങളും നമുക്ക് ഇനി അടുത്ത ക്ലാസ് മുതൽ നമുക്ക് നോക്കാം. അപ്പൊ ഈ ഒരു ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇനി വീണ്ടും കാണാം. ഗുഡ് ബൈ.